അതിനാണ് നമ്മൾ പ്രൊപ്പഗാൻഡ സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഏത് സിനിമകൾ ഇറങ്ങിയാലും നമുക്കറിയാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലത്ത് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകൾ പോലെ എല്ലാ സിനിമകളിലും പ്രൊപ്പഗാൻഡ സിനിമകളിൽ നമ്മൾ റിയൽ കാര്യങ്ങളല്ല ഒരു പറയുന്നത്. അത് സിനിമയിൽ നടക്കുന്നതാണ്. സിനിമയെ ചർച്ച ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടും എന്താണോ ആ സിനിമ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് റിയൽ ഇൻസിഡൻറ്റിനെ എടുത്തിട്ട് അതിനെ വളച്ചൊടുക്കുക. നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണല്ലോ. നമ്മുടെ സിനിമ മാത്രമല്ല, നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി അങ്ങനെയാണ്. പണ്ട് എഴുത്തും വായന അറിയാവുന്നവൻ മാത്രമായിരുന്നു ഹിസ്റ്ററി രേഖപ്പെടുത്തിയിരുന്നത്. അപ്പം അതുകൊണ്ട് അവനായിരുന്നു തോറ്റിരുന്നെങ്കിലും അവൻ എഴുതുന്നത് ഞാനായിരുന്നു വില്ലാളി വീരൻ എന്നുള്ള രീതിയിൽ അവൻ എഴുതി വെക്കുള്ളൂ. പിന്നീട് നമ്മൾ വായിക്കാൻ നേരത്ത് പണ്ടത്തെ ഇവരായിരുന്നു കിടിലം എന്നുള്ള രീതിയിൽ വായിക്കുന്നത്. അതേസമയത്ത് അടിച്ചമർത്തപ്പെട്ട വിദ്യാഭ്യാസ എഴുതി വെക്കാൻ ഡോക്യുമെന്റഡ് അല്ലാത്ത ആൾക്കാർ എത്രയോ ഹീറോയിക് ആയിട്ടുള്ള മൊമെന്റ്സുകൾ നടന്നിട്ടുണ്ട്. അതൊന്നും ആരും എഴുതി വെക്കില്ല. ഹിസ്റ്ററികളൊന്നും വളച്ചെടുക്കപ്പെട്ട് തന്നെയാണ് ഉണ്ടായില്ല. അത് സിനിമയിൽ ഉണ്ടാകുന്നതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ക്യാമ്പസിലൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിപ്ലവത്തിന് ഉണ്ടാവുന്ന ഈ ഇൻസ്പിറേഷൻ ഉണ്ട്. അത് ലിറ്ററലി SFIക്ക് ഉള്ളതാണ്. അത് സിനിമയിലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. പറഞ്ഞതുപോലെ കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, അത് നമ്മൾ എന്താണെന്നറിയോ, അത് നമ്മൾ തിരിച്ച് ചെയ്യാത്ത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജിനോ അതിന് മുന്നിട്ട് ഇറങ്ങിയതാണ്. ജിനോ ആക്ച്വലി KSUവിന്റെ കഥ പറയാൻ വേണ്ടി ജിനോ ബ്ലൂ ഇസ് ദ വാമസ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു പടം പ്ലാൻ ചെയ്യുകയും ഇതിന് ശേഷമാണ് അത്